ഹായ്, ഡോക്ടർ ബാലകൃഷ്ണൻ ഹിയർ. എന്റെ IVF ഫെയിലായി. ഇനി അടുത്ത് എന്താ ഓപ്ഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം IVF ആണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ്. പക്ഷെ അതുവരെ ഫെയിലായിട്ട് എനിക്ക് പ്രഗ്നൻസി കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ പ്രഗ്നൻസി ടേം വരെ എത്താതെ നേരത്തെ തന്നെ പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്താ ഇനി എനിക്കൊരു അടുത്ത വഴി? എല്ലാ വഴി അടഞ്ഞോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, IVF എല്ലാം അല്ല. IVF എന്ന് പറയുന്ന എല്ലാ ട്രീറ്റ്മെന്റിന്റെ സൊല്യൂഷൻ അല്ല. ശരിക്കും പ്രഗ്നൻസി ഉണ്ടാവാനുള്ള 3 കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയും. 1 ബീജങ്ങൾ, 2 അണ്ടങ്ങൾ, മൂന്നാമത്തത് കുട്ടിക്ക് ഇരിക്കേണ്ട സ്ഥലം. ഈ ഇവിടുന്ന് വരുന്ന ബീജത്തിന്റെ പ്രശ്നം നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബീജമായിരിക്കില്ല അണ്ടത്തിനെ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് പ്രഗ്നൻസി പോവാം. അണ്ടങ്ങള് എന്തായാലും പെർഫെക്റ്റ് ആണ്. പക്ഷെ ചിലപ്പം ആ ഉണ്ടാക്കിയ അണ്ടങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിലും ആ സൈക്കിളിലെ ഹോർമോൺസിന്റെ പ്രശ്നമാണെങ്കിലും. പക്ഷെ ഞാൻ കാണുന്ന ഏറ്റവും വേറെ വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ യൂട്രസിനുള്ളിലത്തെ പ്രിപ്പറേഷൻ. ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ പ്രഗ്നൻസിനെ എതിർക്കുന്ന വല്ല കാരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതന്നെ പ്രഗ്നൻസിനെ എതിർത്താൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി പിടിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ അങ്ങനത്തെ ഒരു ഭ്രൂണം അവിടെ നിന്ന് നല്ലൊരു ഭ്രൂണം വന്നാലും പിടിക്കുക? അപ്പോ നിങ്ങളുടെ IVF ചെയ്ത് കടലാസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഏതെങ്കിലും ഒരു തെറ്റുണ്ടാവണം. ചിലപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട്സ് മുഴുവൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ചിലപ്പോൾ കുറെ അണ്ടങ്ങൾ കിട്ടും. നിങ്ങൾക്ക് 15, 16 അല്ലെങ്കിൽ 20, 25 എഗ്സ് കിട്ടും. അതിൽ നല്ല എഗ്സിന്റെ സംഖ്യ വളരെ കുറച്ചായിരുന്നു വെച്ചാൽ അതിന്റെ അർത്ഥം ആ എഗ്ഗിനെ പ്രിപ്പയർ ചെയ്ത് ശരിയായിട്ടില്ല. പക്ഷെ 10-20 എഗ്ഗ് കിട്ടി, നല്ല എഗ്ഗ് കിട്ടി. പക്ഷെ അതിലുണ്ടാക്കിയപ്പോ ബീജം കുത്തിവെച്ചപ്പോ ഉണ്ടായ ഭ്രൂണങ്ങൾ ചിലപ്പോൾ 4-5 ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബീജങ്ങളുടെ ഇഷ്യൂ ആണ്. അത് കറക്റ്റ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നമ്പർ ഓഫ് നല്ല ഗ്രേഡ് ഭ്രൂണങ്ങൾ നമുക്ക് കിട്ടും. ഗ്രേഡിംഗ് ഉണ്ട്, 1A B C അങ്ങനെ 1A 1B 2 അങ്ങനെ ഗ്രേഡിംഗ് ഉണ്ട്. 1A 1Bക്ക് സക്സസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ താഴേക്ക് പോകുന്നതോറും അതിന്റെ സക്സസ് റേറ്റ് കുറയും. യൂട്രസിനുള്ളിൽ ലൈനിങ്ങിലേക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യാതെ നല്ലൊരു ഗുണം വെച്ചാലും കൂടി അത് പിടിക്കില്ല. അപ്പൊ കാരണം കണ്ടുപിടിക്കുക. വിഷമിച്ച് ഇനി ഇരിക്കാൻ സമയമായിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകൂടി ശരിക്കും ട്രൈ ചെയ്താൽ പ്രഗ്നൻസി പിന്നെയും കിട്ടും. താങ്ക് യു.